വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 14, 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിനു മുൻപ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. അവൻ തറപ്പിച്ചു പറഞ്ഞു, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നതിനേക്കാൾ ആഴത്തിൽ ദൈവം മനുഷ്യനെ മനസ്സിലാക്കുന്നു. ഈ ലോകം വിട്ട് തന്റെ പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള സമയം സമാഗതമായി എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചുകൂട്ടപ്പെട്ട സഹവാസ സമ്മേളനമായിരുന്നു ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം. അത് അവരെ സംബന്ധിച്ച് അവസാനത്തെ അത്താഴമായിരുന്നു. അത്താഴ വിരുന്ന് കഴിഞ്ഞതിന് ശേഷം, അത് കഴിയുന്നതിന്റെ ഭാഗമെന്ന നിലയിലുള്ള പ്രാർത്ഥനകളും ആലപിച്ചതിന് ശേഷം യേശു ശിഷ്യന്മാരോടായിട്ട് ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. അല്പസമയം കഴിയുമ്പോൾ പട്ടാളക്കാർ എന്നെ ബന്ധിക്കും. ബന്ധപ്പെട്ടവർ പട്ടാള നടപടിക്ക് വേണ്ടി എന്നെ വിട്ടുകൊടുക്കും. പലതരം കുറ്റങ്ങൾ എന്നിൽ ആരോപിക്കും. ഞാൻ അവരാൽ പീഡിപ്പിക്കപ്പെടാനിടവരും. നിങ്ങളെല്ലാവരും തന്നെ ആ സമയത്ത് എന്നിൽ ഇടറും. എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ ഓടിപ്പോകും. എന്നാൽ അവർ എന്നെ വധിക്കും എന്ന് വരികിലും 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഗാലിയിലേക്ക് പോകുന്നതായിരിക്കും എന്ന് പോലും യേശു പറഞ്ഞു വെച്ചപ്പോ ശിഷ്യന്മാരിൽ പ്രമുഖനായിട്ടുള്ള പത്രോസ് ഉടനെ പറയുകയാണ്, ആര് അങ്ങേ ഉപേക്ഷിച്ചാലും, ആര് അങ്ങിൽ ഇടറിയാലും ഞാൻ ഒരിക്കലും അങ്ങേ ഉപേക്ഷിക്കുകയോ അങ്ങയിൽ ഇടർച്ച തോന്നുകയോ ചെയ്യുകയില്ല. യേശു പത്രോസിനോടായിട്ട് പറയുന്നു, പത്രോസേ, നിന്റെ വാക്കുകൾ പാലിക്കാൻ നിനക്ക് ശക്തിയില്ല എന്ന് നീ തിരിച്ചറിയുന്നില്ല. ഇന്ന് 2 പ്രാവശ്യം കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ ഉപേക്ഷിച്ച് പറഞ്ഞിരിക്കും, എന്നെ തള്ളി പറഞ്ഞിരിക്കും. മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ ആഴത്തിൽ ദൈവം മനുഷ്യനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുകയാണ് ഇവിടെ. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശം.